ഹായ് നമസ്കാരം. വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ആദ്യം തന്നെ താങ്കളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം, നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് കൺട്രോൾ ഇല്ലാതെ പൊട്ടിത്തെറിക്കാറുണ്ടോ? സാധാ നമുക്ക് ദേഷ്യം വരും, അതുപോലെയല്ല നമുക്ക് ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ ദേഷ്യം വന്നതെന്നറിയില്ല. ചെറിയൊരു കാര്യമേ ഉള്ളായിരുന്നു, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. അതേ കണക്ക് ദേഷ്യം വന്ന് നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ടോ? പല സാഹചര്യത്തിലും നമുക്കിങ്ങനെ ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദേഷ്യം വരുന്നതിൻ്റെ പ്രധാന കാരണം, ദേഷ്യം വരുന്നതിൻ്റെ മാത്രമല്ല, ദേഷ്യം നമുക്ക് വരും, സാധാ കോമൺ ആണ്. ആ ദേഷ്യമൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരും. ദേഷ്യമില്ലാത്ത മനുഷ്യരില്ല. പല സമയത്ത് ദേഷ്യം നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടായി അവിടെ ദേഷ്യം നമ്മൾ കാണിച്ചെങ്കിലേ പറ്റും. ആ സമയത്ത് ദേഷ്യം നമുക്ക് ഉപകാരമാണ്. അപ്പോൾ ദേഷ്യത്തിന് നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം, അത് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നമുക്ക് കൺട്രോൾ നിൽക്കുന്ന ദേഷ്യമൊക്കെ നോർമലാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ദേഷ്യം നിയന്ത്രിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്താണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രോമാസ് ഉണ്ട്. ഇന്നർ ചൈൽഡ് ട്രോമാസ്, അതായത് നമ്മൾ ബാല്യകാലം മുതൽ നമുക്ക് കിട്ടിയ ചൈൽഡ്ഹുഡിലെ ട്രോമാസ്. അതുപോലെ നിമിഷം വരെ നമ്മൾ കടന്നുപോയ ഓരോ ജീവിത അനുഭവങ്ങളിലും നമുക്ക് വന്ന ട്രോമാസാണ്. ഒരു ചെളി പോലെ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുകയാണ്. ആ ട്രോമാസാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു പൊട്ടിത്തെറിയായിട്ട്, നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഒരു പൊട്ടിത്തെറിയായിട്ട് പുറത്ത് വരുന്നത്. പക്ഷേ ആ ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, എന്തിനായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടത്? കാര്യം ഒന്നുമില്ല, നിസ്സാര കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഇതേ ഒരു അനുഭവമാണ്. എനിക്ക് ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റില്ലായിരുന്നു. കുറേ സമയത്തേക്ക് അതിൻ്റെ ഒരു ഇത് തീരണം. ആ ദേഷ്യത്തിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കതിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അത്രയും ദേഷ്യപ്പെട്ട ഒരു ആവശ്യം അവിടെ കാണില്ല. പക്ഷേ വെറുതെ അങ്ങ് ദേഷ്യം, നമുക്കൊരു നിസ്സാര കാര്യത്തിന് ദേഷ്യം വരും. ആ സമയത്ത് അത് പിന്നെ അതിന് വേണ്ടിയിട്ടല്ല എൻ്റെ ദേഷ്യം, അതിന് വേറെ എന്തൊക്കെയോ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ദേഷ്യം അങ്ങനെ എത്ര അമിതമായിട്ട് വന്നാലും വേറൊന്നും പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. കൂടുതലും എൻ്റെ കുഞ്ഞിനോട്, നമുക്ക് ആരാണോ നമുക്ക് താഴെ നിൽക്കുന്ന ആൾ, അയാളായിരിക്കും നമ്മുടെ ഏര. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയോടും തരും, കാരണം അവർ നമ്മളെ സഹിക്കുമല്ലോ എന്ത് കാണിച്ചാലും, അവരോട്, കുഞ്ഞിനോട്. അപ്പോൾ അങ്ങനെയുള്ളവരോടെ നമ്മൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് താഴെ നിൽക്കുന്നവരോട് നമ്മൾ ദേഷ്യം പൊടിത്തരെയൊക്കെ കാണിക്കത്തുള്ളൂ. നമ്മളുടെ ഉയർന്ന് നമ്മളെ ഒന്ന് ഇതാക്കാൻ പറ്റുന്ന ആളോട് നമ്മൾ ഇതൊന്നും കാണിക്കാൻ ചെല്ലില്ല. എത്ര ദേഷ്യം വന്നാലും അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എല്ലാവർക്കും അറിയാം. അപ്പം എന്നോട് പറയും, നീ ഈ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ, നീ ഭയങ്കര ഈശ്വരവിശ്വാസിയാണല്ലോ, നീ നാമജപമൊക്കെ ചെല്ലുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഈ ദേഷ്യം മാറാത്തതെന്ന് എന്നോട് ചോദിക്കും എൻ്റെ അമ്മ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈശ്വരവിശ്വാസിയാണ്, നാമജപം ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് സംശയമാണ്, ഞാൻ ഇത്രയും ഈശ്വരവിശ്വാസിയായിട്ട് നാമജപം ചെയ്യുന്നു, കാമൻ കൊയറ്റായിട്ടൊക്കെ ഇരിക്കുന്നു, പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബിൽ കുറേ ടിപ്സൊക്കെ നോക്കി. എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാതെ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ കുറേ ടിപ്സൊക്കെ നോക്കി, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കുറേ ടിപ്സുകൾ ഞാൻ നോക്കി കേട്ടോ. ഈ ടിപ്സുകളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ദേഷ്യം വരുമ്പോൾ ടിപ്സുകളൊന്നും ഓർക്കില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒന്നോ രണ്ടോ ഓർത്താലും നമ്മളവിടെ അപ്ലൈ ചെയ്യില്ല കേട്ടോ. മെയിനായിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത്, കാരണം നമുക്ക് ആ ദേഷ്യം വരുന്ന സമയത്ത് അതൊന്നും അപ്ലൈ ചെയ്യാനോ 1 2 3 എന്ന് എണ്ണാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതിപ്പോൾ എല്ലാം ഓർമ്മ വരുന്നില്ല. ആ ഒരു ടിപ്സ് എല്ലാം മനസ്സിൽ നിൽക്കുന്നത്, പക്ഷേ ഞാനതൊന്നും ചെയ്യത്തില്ല. ദേഷ്യം വരുമ്പോൾ ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് തന്നെ തീർക്കണമായിരുന്നു, ഇതെനിക്ക് എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായി. എനിക്ക് അതിൽ നിന്നും എനിക്കൊരു മാനസികമായിട്ട് കുറച്ച് സന്തോഷം, സമാധാനം വേണമെന്ന് തോന്നിയൊരു സമയം. ആ സമയത്താണ് ഞാൻ ഈ മൈൻഡ് പവറിനെയും മൈൻഡ് മാസ്റ്ററിയെക്കുറിച്ചും നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കാമെന്നും ഒക്കെ മനസ്സിലാക്കിയത്. ആ സമയത്ത് ഞാനിതുപോലെ
മൈൻഡ് ട്രെയിനിങ്ങിന് കോഴ്സിന് ചേർന്നു. എൻ്റെ മനസ്സമാധാന സന്തോഷമാണ് ഞാൻ അപ്പം ഒന്ന് ചിന്തിക്കുന്നത്. എനിക്ക് എന്താണ് ചെയ്താലും സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ കോഴ്സിന് ചേർന്നു. കോഴ്സിൽ ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ ഈ ദേഷ്യത്തിൻ്റെ അടിസ്ഥാന കാരണം മൈൻഡിനെ നമ്മൾ ക്ലീൻ ചെയ്യാത്തതാണ്. മനസ്സിലായോ? മൈൻഡിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വിശേഷം വന്നാൽ നമ്മൾക്ക് അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ നമുക്ക് എത്ര തവണ തോന്നുന്നു അത്രയും സമയം നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. ചിലപ്പോൾ ഒരു വിശേഷ ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരു 1-ാം തീയതി വരുമ്പോഴേക്കും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ മാസത്തിൽ 2 തവണ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിശേഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കുറച്ച് അഴുക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യും. നമ്മൾ നമ്മുടെ പരിസരം എല്ലാം വൃത്തിയാക്കും. ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ നമ്മൾ ആളെ നിർത്തി ഇതൊക്കെ ചെയ്യിക്കല്ലേ. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ജനിച്ചിട്ട് ഇന്ന് വരെ നമ്മുടെ മനസ്സ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ കണ്ടറിഞ്ഞ് വേണ്ടുന്ന കാര്യങ്ങളല്ല, വേണ്ടാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിയത്, വെറുപ്പ്, വൈരാഗ്യം അത് തോന്നിയത്, മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച കാര്യങ്ങൾക്ക് നമുക്കുണ്ടായ വിഷമങ്ങൾ, പലരോടും നമ്മൾ ചെയ്തുപോയ ചില തെറ്റുകളുടെ കുറ്റബോധങ്ങൾ അല്ലേ, നീരസങ്ങൾ, ഇങ്ങനെ നോക്കിയാൽ നമ്മൾ പത്രത്തിൽ വായിച്ച വാർത്ത, ചിലപ്പോൾ നമ്മളോട്ട് ഒരു റിലേഷനും ഇല്ലാത്തവർക്ക് പറ്റിയ ചില സംഭവങ്ങൾ, അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് മനസ്സിൽ കെട്ടിക്കിടക്കുകയാണ്. അതായത് നമ്മളൊരു സ്ഥലം ക്ലീൻ ചെയ്യാതിരുന്ന അവിടെ എങ്ങനെയാണോ പൊടി ഉണ്ടാകുന്നത്, എങ്ങനെയാണോ അഴുക്ക് നിറയുന്നത്, നമ്മൾ ശരിക്കും അവിടെ നമ്മൾ കയറുന്നില്ല, എടുക്കുന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ പിന്നെ നമ്മളവിടെ തൂക്കാൻ ചിലപ്പോൾ അവിടെ പൊടിയൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ല. പക്ഷേ ഈ ഒരിക്കലും ക്ലീൻ ചെയ്യാത്തൊരു സ്ഥലമോ അപ്പം അവിടെ ഫുൾ അഴുക്ക് നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചെളി, ഇതിന് നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു തെളിഞ്ഞ കുളത്തിൽ ചെളി അടിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഈ ചെളി നമ്മൾ ഒരു പുറത്തുനിന്നൊരു കല്ലെടുത്തിട്ട് എന്ത് സംഭവിക്കും? ആ ചെളിയെല്ലാം കൂടെ ഇളകി കലങ്ങും വെള്ളം അല്ലേ. ഈ വെള്ളം കലങ്ങുന്ന പോലെ പ്രോസസ്സാണ് നമുക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം. നമുക്ക് ദേഷ്യം വന്നു, ശരി, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ട്രോമാസും ഇല്ല, അവർക്കത് യൂഷ്വലി ആ ദേഷ്യം അടങ്ങും. പക്ഷെ നമുക്കത് എന്നെയാണ് പറയുന്നത്, എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടങ്ങാതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ട്രോമാസാണ് കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യുക? ആ ട്രോമയെ നമ്മുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യണം. നമ്മുടെ വീടും പരിസരം എങ്ങനെയാണോ നമ്മൾ വൃത്തിയാക്കുന്നത്, അതേ ഒരു പ്രാധാന്യം നമ്മുടെ മൈൻഡിനും കൊടുക്കണം. നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ വണ്ടി ശ്രദ്ധിക്കും, നമ്മുടെ വീട് ശ്രദ്ധിക്കും, നമ്മുടെ ശരീരവും ഒന്ന് ശ്രദ്ധിക്കും അല്ലേ. പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിനെ, നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലായിട്ടൊന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാം ഉത്തരം അവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് ക്ലെൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോഴ്സ് എടുക്കുക, ഒരു ലൈഫ് കോച്ചിങ് കോഴ്സ് എടുക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമ്മുടെ മൈൻഡിനെ നമ്മൾ ക്ലീൻ ആക്കുക, ചിന്താഗതി മാറ്റുക. ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. പക്ഷെ ഇത് ആർക്കും അറിയില്ല. ഇത് പറഞ്ഞാൽ പോലും മറ്റുള്ളവരത് വിശ്വസിക്കണമെന്നില്ല. അതൊക്കെ ചുമ്മാ പറയും, ഇങ്ങനെ മൈൻഡ് മാറ്റിയത് കൊണ്ട് നമ്മുടെ ജീവിതം മാറുന്നതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഉപബോധ മനസ്സിന് വളരെയധികം പവറുണ്ട്. അത് ഈ ചെളിയും ട്രോമാസും ഒക്കെ അടിഞ്ഞു കിടന്ന് അതിൻ്റെ പവറിനെ നശിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ പവർ കുറയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റി ക്ലീൻ ചെയ്താൽ നമ്മുടെ വീടൊക്കെ വൃത്തിയായി കഴിഞ്ഞാലുള്ള ഒരു സന്തോഷവും സമാധാനവും ഇല്ല. അതേ കണക്കാണ് നമ്മുടെ മൈൻഡ് വൃത്തിയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളെപ്പോലെ തന്നെ ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. അപ്പോഴാണ് മനസ്സിലായത്, ഇതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദം, സമാധാനം, സന്തോഷം, എൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് എവിടെ പോയി എന്ന് എനിക്കറിയില്ല കേട്ടോ.
ഞാനങ്ങനെ പൊട്ടിത്തെറിക്കാറില്ല. അത് സഡനായിട്ട് വരുന്നൊരു മാറ്റമാണ് കേട്ടോ. നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഡനായിട്ട് വരും ആ മാറ്റം. അതൊന്ന് അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്ക് ചേട്ടാ ഞാൻ ഇത്ര നാൾ ഇത് എന്താ ചെയ്യാനെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത്ര നാൾ ഇത് എത്ര നാളോട് ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്നു, അവർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ മൈൻഡ് ക്ലെൻസ് ആക്കാതെ നമുക്ക് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വൃത്തിയില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്താലും അത് ശരിയാവില്ലല്ലോ. അതേ കണക്ക് തന്നെ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ദേഷ്യങ്ങളെല്ലാം മാറി. ഈ ദേഷ്യത്തിൻ്റെ റൂട്ട് ഇവിടെയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റൂട്ട് ഇതാണ് കാര്യം. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ഈ ട്രോമാസാണ് അതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സെക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ 1-to-1 സെക്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു.